ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴേ ഈ അലാം ബെല്ല് കേട്ട് കഴിയുമ്പോൾ ഉള്ളൊരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ. ഒരു കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാൻ തോന്നും അല്ലേ? ഇന്ന് രാവിലെ ഇപ്പം പാപ്പീനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഞാൻ അലാം വെച്ച് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നേ, ഈ നമ്മുടെ ലൈഫിൽ ഈ അലാം ടോൺ നമ്മുടെ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും ആ അലാം ടോൺ മാറിക്കൊണ്ടിരിക്കും അല്ലേ? പക്ഷെ ഓരോ സമയത്തെയും നമ്മൾ രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ആ അലാം ടോണിന് നമ്മുടെ ആ സമയത്തെ മെമ്മറികളുമായിട്ട് നല്ല കണക്ഷനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു അലാം ടോൺ എത്ര വർഷങ്ങൾക്ക് ശേഷം ഞാനിതിനി എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഈ ഒരു ടൈം പീരീഡുമായിട്ടുള്ള ഒരു മെമ്മറീസ് അങ്ങ് ഫ്ലാഷ് ചെയ്യും. രാവിലെ എഴുന്നേൽക്കുന്നു, പാപ്പീനെ സ്കൂളിൽ വിടാൻ നോക്കുന്നു, പിള്ളേരുടെ കാര്യം നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. ഈ ഒരു സമയത്തെ കാര്യങ്ങൾ, നമ്മൾ ഈ സമയത്ത് താമസിച്ചിരുന്ന സ്ഥലം, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പെട്ടെന്നൊരു മെമ്മറി വരും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാവർക്കും അങ്ങനെ തോന്നുന്ന ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഞാനത് പറയാൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, 2005-2010 സമയത്താണ് നേഴ്സിംഗ് പഠിക്കുന്നത് നാട്ടിൽ. ഞാൻ കട്ടപ്പന സെൻറ്റ് ജോൺസിലാണ് നേഴ്സിംഗ് പഠിക്കുന്നത്. അതൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു, അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോഴത്തേനും അന്ന് ഫോളോ ചെയ്തിരുന്ന ആ ഒരു നിയമങ്ങളും ആ ഒരു ഡിസിപ്ലിനും ഒക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് നമുക്ക് ലൈഫിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യമായിരുന്നു എന്ന് ഇപ്പോഴത്തെ ബോധത്തിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അന്ന് ഒരു 17-18 വയസ്സുള്ള ഒരു സമയത്ത് നമുക്ക് അത് എന്താ പറയണ്ടേ, ആ സെൻസിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരുപാട് അഫക്റ്റ് ചെയ്തിരുന്ന, ഒരുപാട് വിഷമിച്ചിരുന്നൊരു കാര്യമായിരുന്നു. നമുക്കങ്ങനെ എപ്പോഴും വീട്ടിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. നമ്മുടെ വീട് ഇപ്പം നഴ്സിംഗ് കോളേജിനോട് എത്ര അടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേ സ്കോളേഴ്സ് ആവാനായിട്ട് അന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹോസ്റ്റലിൽ തന്നെ നിർബന്ധമായിട്ട് നിന്ന് പഠിക്കണം. അപ്പം നമ്മളൊക്കെ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഹോസ്റ്റൽ ജീവിതം ഭയങ്കര അടിപൊളിയായിരിക്കും. ഹോസ്റ്റൽ ജീവിതം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ചിന്തിക്കുമ്പോൾ ഒരുപാട് ചെറിഷിങ് മെമ്മറീസ് ഉള്ള ഒരു സമയമാണ് ഹോസ്റ്റൽ ലൈഫ്. പക്ഷേ ആ ഒരു സമയത്തുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് മാറുന്ന ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു വേദനയായിരുന്നു ആ ഒരു സമയത്ത് കേട്ടോ. വീട്ടിലെ ഫുഡ്, അപ്പ, നമ്മുടെ സഹോദരങ്ങൾ എല്ലാം വിട്ട് നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ വിട്ടിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഒരു എന്താ പറയണ്ട, ഒരു റെഗുലറായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കണ്ടീഷൻസിലോട്ട് നമ്മൾ മാറും. അത് ആ ഒരു ഏജിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നേഴ്സിംഗ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നേഴ്സിംഗ് പഠിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിച്ചിരുന്ന ആൾക്കാർക്ക് അറിയാം, അവർ വളരെ ചിട്ടയോടെയാണ് അവർ ആ ഒരു സ്ഥാപനം കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ആ ഒരു സമയത്ത് നമുക്കതൊരു നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്